അന്ത്യനാൾ സംഭവിക്കുകയില്ല. അറേബ്യൻ നാടുകൾ പൂന്തോട്ടങ്ങളും നദികളും സമുദ്രങ്ങളും ഒക്കെയായി മടങ്ങുന്നത് വരെ ഗൗരവത്തിൽ ആലോചിക്കണം. പുണ്യ നബി ഇത് പറയുമ്പോൾ അറേബ്യയിൽ പൂന്തോട്ടങ്ങളില്ല, പാർക്കുകളില്ല, നദികളില്ല, അറിയപ്പെട്ട ജലാശയങ്ങളൊന്നും സാർവത്രികമായി അറേബ്യയിൽ ഒരിടത്തും ഇല്ല. ഒറ്റപ്പെട്ട കഥകളിലേ ഉള്ളൂ. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, അന്ത്യനാൾ ആകുമ്പോഴേക്ക് അറേബ്യ മുഴുവനും ഹരിതാപമാകും, കൃഷി നിറയും, തോട്ടങ്ങൾ നിറയും, ജലസേചന പദ്ധതികൾ നിറയും, ഇറിഗേഷൻസ് നിറയും, ഉല്ലാസ കേന്ദ്രങ്ങളും തോടുകളും അരുവികളും പുഴകളും ഒക്കെ കുഴിക്കപ്പെടും. അങ്ങനെ ഒരു കാലം വരാതെ അന്ത്യനാൾ സംഭവിക്കില്ല. ഇന്ന് അറേബ്യയിൽ ഗൾഫിൽ പോയവർക്കറിയാം, നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഏറെ പാർക്കുകൾ അവിടെയാണ്, തടാകങ്ങൾ അവിടെയാണ്, അരുവികൾ അവിടെയാണ്, കിലോമീറ്ററുകൾ കണക്കിന് തോട്ടങ്ങളാണ്. നമ്മുടെ നാട്ടിലേക്ക് ഫ്രൂട്ട്സും പച്ചക്കറിയും ഇറക്കാൻ പോലും വിഭവങ്ങൾ ഇന്നാട്ടിനേക്കാൾ കൂടുതൽ അവിടെ വിളവ് എടുക്കപ്പെടുന്ന രീതിയിലൊക്കെയാണ് അവിടെ കൃഷിയുടെയും എല്ലാം തോട്ടത്തിന്റെയും എല്ലാം പരിവർത്തനങ്ങൾ സംഭവിച്ചത്. ഒരുപക്ഷെ പ്രവാചകൻ ഇത് പറയുന്ന കാലത്ത് അതവർക്ക് മനസ്സിലാക്കാൻ, കേട്ട സഹാബികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. അന്ത്യനാൾ വരെ അറേബ്യയിൽ സംഭവിക്കുന്നത് പറയുകയാണ്. ഹജ്ജിന് മുംറക്കും പോയ സഹോദര സഹോദരിമാർ ഉണ്ടാകുമല്ലോ ഒരുപക്ഷെ. മദീനയിലെ മസ്ജിദുൻ നബവി, അൽ മസ്ജിദുൻ നബവി ഇന്ന് ലോകത്തെ ഏറ്റവും മനോഹരമായ കെട്ടിടം, ലോകത്തെ ഏറ്റവും മനോഹരമായ രമ്യഹർമ്മങ്ങളിലൊന്ന്, സൗധങ്ങളിലൊന്ന്, അക്ഷരാർത്ഥത്തിൽ വെള്ളക്കൊട്ടാരമായി മാറിയ മനോഹരമായ കെട്ടിടം. പക്ഷേ നബിയുടെ കാലത്തത് എങ്ങനെയായിരുന്നു? ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയായി മേഞ്ഞ ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കി നിർത്തിയ ഒരു കേവലം ഒരു കെട്ടിടം, ഒരു കൂര. അതിലിരുന്നു കൊണ്ട് പുണ്യ നബി പറഞ്ഞൊരു ഹദീസുണ്ട്, എന്റെ ഈ വെള്ളക്കൊട്ടാരം നോക്കിയിട്ട് ദജ്ജാൽ ചോദിക്കും, എന്റെ ഈ പള്ളി നോക്കിയിട്ട് ദജ്ജാൽ ചോദിക്കും, ലിമനിൽ കസ്റുൽ അബിയദു ഹാദാ, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? ഇതൊന്നും ഒരു കേവലം കെട്ടുകഥയല്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വൃത്തി എന്ന് പറയുന്നത് അതിന്റെ ചരിത്രപരതയാണ്, അതിന്റെ സത്യസന്ധതയാണ്. നാം ഇത് 2025 ജീവിക്കുന്നതെങ്കിൽ ഇതേപോലെ ഒരു 14 നൂറ്റാണ്ട് പിറകിൽ ക്രിസ്തബ്ദം 571 ഏപ്രിൽ മാസം 21 ആമിനയുടെ മകനായി അബ്ദുള്ളയുടെ പുത്രനായി മുഹമ്മദ് ജനിക്കുന്നത്. 571 ഏപ്രിൽ മാസം 21 630 ജൂൺ 8 അല്ലെങ്കിൽ ആഗസ്റ്റ് 10 632 അള്ളാഹുവിന്റെ പ്രവാചകർ വഫാത്താവുന്നത്. 622 ജൂലൈ 19 മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്. ഇതൊക്കെ ചരിത്രമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ജീവിതമാണ്, ബയോഗ്രഫിയാണ്. ഇപ്പോ ഈ CE അല്ലെങ്കിൽ AD 570 571 കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്ത് എത്ര സാങ്കേതികമായി അപരിഷ്കൃതരായിട്ടുള്ള ഉപായങ്ങളൊക്കെ നമ്മളെക്കാൾ ഒരുപാട് പിറകിലായിരിക്കും അവർ. ആ കാലഘട്ടത്തിലാണ് പറയുന്നത്, എന്റെ ഈ വെള്ളക്കൊട്ടാരം, എന്റെ ഈ മസ്ജിദ് നോക്കിയിട്ടത് ദജ്ജാൽ ചോദിക്കും, ആരതാണ് ഈ വെള്ളക്കൊട്ടാരം? അന്നത് വെള്ളക്കൊട്ടാരമല്ല, അന്നത് കേവലം ഒരു കുടിലാണ്, ഒരു കൂരയാണ്. ചെളി കൊണ്ട് ചെളിക്കട്ട അട്ടിക്ക് വെച്ച
ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, അന്നത്തെ മോഡൽ. ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയാക്കി, ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കിയ, നിലം മുഴുവനും ശക്തമായി വെയിലറിച്ചാൽ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പ്, മടമ്പുംകാല് കുത്തി നിൽക്കാൻ പോലും പറ്റാത്ത വിധം തപോഗ്രമായ മണൽപ്പരപ്പ്. മഴ പെയ്താലോ ചോർന്നൊലിക്കുകയും ചെയ്യും. ആ ഒരു ഓലമേഞ്ഞ കൂരയിലിരുന്നു കൊണ്ടാണ് നബി പറയുന്നത്, കുറെ കാലം കഴിഞ്ഞാൽ എന്റെ ഈ പള്ളി നോക്കിയിട്ട് ദജ്ജാൽ ചോദിക്കും, ലിമനിൽ കസ്റുൽ അബിയദു ഹാദാ, ആരതാണ് കേട്ടോ ഈ വെള്ളക്കൊട്ടാരം? എന്തൊരു ധൈര്യം വേണം അത് പറയാൻ. 1400 കൊല്ലത്തിന് ഇപ്പുറത്ത് വെച്ച് നാം ഈ ഹദീസ് വിശകലനം ചെയ്യുമ്പോ ഇന്ന് അക്ഷരാർത്ഥത്തിൽ അത് വെള്ളക്കൊട്ടാരമായി. രണ്ട് കാര്യമാണ് അവിടെയുള്ളത്. ഒന്ന്, ഇത് കാണാത്ത കാലത്ത് തന്നെ സ്വഹാബികൾ അത് വിശ്വസിച്ചു. അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. കുറെ കാലം കഴിഞ്ഞാൽ എന്റെ ഈ പള്ളി വെള്ളക്കൊട്ടാരമാകുമെന്ന് പ്രവാചകൻ പറഞ്ഞ ഹദീസ് ഒരു കൂരയുടെ അകത്ത് വെച്ച് പറയുമ്പോ, വെയിലേൽക്കുന്ന മഴ പെയ്താൽ മഴയും കൊള്ളേണ്ടി വരുന്ന ഒരു കൂരയുടെ ഉള്ളിൽ വെച്ച് നബി അത് പറയുമ്പോ സ്വഹാബികൾ ആരും സന്ദേഹം പ്രകടിപ്പിച്ചില്ല. അങ്ങനെയൊക്കെ ആകൂ, നിങ്ങളെന്തിനാണ് ഇങ്ങനെ നടക്കാത്തത് പറയുന്നത്, തള്ളി മറിക്കുന്നത്? ഈ കൂര എങ്ങനെ വെള്ളക്കൊട്ടാരമാകാനാണ്? ഇവിടെ തിന്നാൻ പോലും വകയില്ല, ഉപരോധമാണ്. അണിയാനും ഉടുക്കാനും മാനം മര്യാദക്ക് വസ്ത്രമില്ല, യുദ്ധം ചെയ്യാൻ ആയുധമില്ല, നല്ല വാഹനമില്ല, നിലത്ത് വിരിക്കാൻ ഒരു വിരി പോലും ഇല്ല. അങ്ങനെയുള്ള ഈ പള്ളി നിങ്ങൾ എന്താ ഈ പറയുന്നത് കുറെ കാലം കഴിഞ്ഞാൽ കൊട്ടാരമാകുമെന്നോ എന്ന് ഒരു സഹാബിയും ചോദിച്ചില്ല. കാരണം അൽ ഇസ്ലാമു, എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനെ അപ്പടി വിശ്വസിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതാവട്ടെ നിരക്കാത്തതാവട്ടെ, അനുഭവിക്കാൻ പറ്റിയതാവട്ടെ പറ്റാത്തതാവട്ടെ, നമുക്ക് അനുഭവിക്കാൻ പറ്റിയത് മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സമ്മതമായത് മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ അതിന് വിശ്വാസം എന്ന് പറയോ? നമുക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും പറ്റാത്ത കാര്യങ്ങൾ ലോകത്തുണ്ട് എന്നതിന്റെ അർത്ഥം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന പാകതയിലുള്ള ഒരു ബുദ്ധിശക്തി ഇല്ല എന്ന് മാത്രമാണ്. ആ കാര്യം ഇല്ല എന്നുള്ളതല്ല. അപ്പൊ എല്ലാ കാര്യവും, ഏത് വിഷയം എടുത്ത് നോക്കിയാലും ആത്യന്തികമായി അതിന്റെ ഒരു മടക്കം എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമികമായി അത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്കത് സമ്മതമാണോ അല്ല എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ഏതിനും ഒരു നിർവചനം ഉണ്ടാകുമല്ലോ. ഏതൊരു വിഷയത്തിനും, ഒരു പ്രത്യയശാസ്ത്രമാകട്ടെ, ഒരു തിയറി, ലോകത്ത് ഏതൊരു സിദ്ധാന്താണെങ്കിലും അതിനൊരു നിർവചനം ഉണ്ടാകും. ഇസ്ലാമിന്റെ നിർവചനം ഇതാണ്, തസ്ദീഖ് ബിമാ ജാഅ ബിഹി നബി, നബി പറഞ്ഞതിനെ വിശ്വസിക്കുക. അത് ശരിയായിരിക്കും. പിൽക്കാലം അത് കാണുന്നു, പക്ഷെ കാണാതെ അവർ വിശ്വസിച്ചു. ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, വലിയ ഒരു വിശേഷമുള്ള ആയത്തൊന്നുമല്ല കേട്ടാൽ, പക്ഷെ ഒരു കൗതുകമുണ്ട്. സൂറത്തു ദുഖാൻ, കം തറകൂ മിൻ ജന്നാത്തിൻ വ ഉയൂൻ വ സുറൂഇൻ വ മഖാമിൻ കരീം വ നഅമത്തിൻ കാനൂ ഫീഹാ ഫാഖിഹീൻ കദാലിക വ ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. ഇസ്ലാമിനെ കൃത്യമായി ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ വേറൊരു വിഷയവും അയാൾക്ക് രസം ഉണ്ടാകില്ല, ഹര ഉണ്ടാവില്ല. ഇത് മാത്രമാകും രസം. കാരണം അത്രക്ക് ഭംഗിയുണ്ട് ഇതിന്റെ ഒരു ആന്തരികാർത്ഥങ്ങൾ.
ലോകത്തെ വലിയ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടനായ നീചനായ ഏകാധിപതിയായിരുന്നു റംസീസ് രണ്ടാമൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഓസിമാൻഡിയോസ് എന്ന പേരുകാരനായ ഫിർഔൻ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ പ്രതിയോഗി. ഫിർഔനെ കേൾക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അതും ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. ഇന്നത്തെ ഈജിപ്തിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്നു. റംസീസ് രാജവംശം, അദ്ദേഹം റംസീസ് പരമ്പരയിൽപ്പെട്ട രണ്ടാമൻ. അദ്ദേഹത്തിന്റെ പേര് ഓസിമാൻഡിയോസ്. ഞാനാണ് ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു ഭൗതികവാദിയാണ്. മൂസ അലൈഹിസ്സലാം കണ്ണുകൊണ്ട് കാണാത്തൊരു അള്ളാഹുവിനെ അല്ലേ പരിചയപ്പെടുത്തുന്നത്? നിങ്ങൾ എന്തിനാണ് കണ്ണുകൊണ്ട് കാണാത്തൊരു അള്ളാഹുവിനെ ആരാധിക്കുന്നത്? കണ്ണുകൊണ്ട് കാണുന്ന ഞാനില്ലേ ഇവിടെ? ഇതാണ് ഫിർഔന്റെ വാദം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ തരുന്നില്ലേ? ജീവിക്കാൻ ആവശ്യമായതൊക്കെ, ഭക്ഷണം തരുന്നു, പാർപ്പിടം തരുന്നു, ആനുകൂല്യങ്ങൾ തരുന്നു. പിന്നെ എന്തിനാണ് അനുഭവിക്കാൻ പറ്റുന്ന ഞാനുണ്ടായിരിക്കെ അനുഭവിക്കാൻ പറ്റാത്ത മറ്റൊരു ദൈവം? ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. ഇത്രയും വലിയ അഹംഭാവിയും ധിക്കാരിയും ഒക്കെ ആയിരുന്ന ഫിർഔൻ ഒടുവിൽ, ഞാൻ ആ കഥ പറയുകയല്ല, റെഡ് സീ അല്ലേ, എന്താണ്, ചെങ്കടലിൽ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യം ഉണർത്തിക്കൊണ്ട് ഖുർആൻ ഒരു പരാമർശം നടത്തി. കടലിൽ മുങ്ങി നശിച്ച ഫിർഔനെ കുറിച്ച് ഖുർആൻ ഒരു പരാമർശം നടത്തി. എന്താ പരാമർശം? കം തറക്കൂ മിൻ ജന്നാത്തിൻ വ ഉയൂൻ. ഫിർഔനും പരിവാരങ്ങളുമൊക്കെ എന്തുമാത്രം തോട്ടങ്ങളും കൃഷികളും ഒക്കെയാണ് ഇട്ടേച്ച് വിട്ടേച്ച് പോയത് മരിക്കുമ്പോ. മഖാമിൻ കരീം, എത്ര തോട്ടങ്ങളും അരുവികളുമാണ് ഇട്ടേച്ച് പോയത്. മഖാമിൻ കരീം, എത്ര കൃഷിയിടങ്ങളും എത്ര ഉന്നതമായ മട്ടുപ്പാവുകളും കൊട്ടാരങ്ങളുമാണ് ഇട്ടേച്ച് പോയത്. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവർ ആർമാദിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്ന എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അവർ ഇട്ടേച്ച് പോകേണ്ടി വന്നത്. കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, എന്നിട്ട് പിന്നെ ആ ഫിർഔനും സംഘവും പോയതിനു ശേഷം വേറെ ജനതക്ക് നാം അത് കൊടുത്തു. ഇങ്ങനെ ഫിർഔൻ എന്ന് പറയുന്ന വലിയ ചക്രവർത്തി കടലിൽ മുങ്ങി നശിച്ചതിനെ ചൊല്ലി ഫമാ ബഖത് അലൈഹിമുസ് സമാ, ആകാശം കരഞ്ഞില്ല. ഫമാ ബഖത് അലൈഹിം, അവരെ ചൊല്ലി വിലപിച്ചില്ല, കരഞ്ഞില്ല. അസ്സമാഉ, ആകാശം. വൽ അർദു, ഭൂമിയും കരഞ്ഞില്ല. വമാ കാനൂ മുൻവരീൻ, അവർ തിരിച്ചു വരട്ടെ എന്നാരും കാത്തിരുന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് സാവകാശം ചെയ്യപ്പെട്ടു കൊടുത്തുമില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതെന്താണ് ഇയാൾ പറയുന്നത്? ഒരാൾ മരിച്ചാൽ ആകാശം കരയില്ല എന്ന് എല്ലാവർക്കും അറിയാം, ഭൂമി കരയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് ആ പറഞ്ഞതിന്റെ സാങ്കത്യം എന്ന് മനസ്സിലായത്, അനുഭവത്തിൽ മനസ്സിലായത് ഒരു 10-30 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. എന്താണ് കാര്യം? നമുക്കറിയാം, ഇന്ന് ടൂറിസം വളരെ വികസിച്ച കാലമാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആളുകൾ ചറപറ സഞ്ചരിക്കുന്നു. ഈജിപ്തിന്റെ പ്രത്യേകത, നമ്രൂദിന്റെ ഫിർഔനിന്റെ തട്ടകം ഈജിപ്താണ്. ഈജിപ്തിൽ കൂടുതൽ അതിന്റെ ചരിത്രത്തിന്റെ ഭാഗം അവിടെയുള്ള പിരമിഡുകളാണ്. പിരമിഡുകളുടെ പ്രത്യേകത, ഈജിപ്തിലെ പിരമിഡുകളുടെ പ്രത്യേകത, അതിന്റെ അകത്ത് മുൻകാലക്കാരായ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അവരുടെ അവശിഷ്ടങ്ങളും അവശേഷിപ്പുകളും അവരുടെ ഡെഡ് ബോഡീസും ഒക്കെയാണ് ഈ പിരമിഡുകൾക്കുള്ളിൽ ഉള്ളത്. ബോക്സിൽ അടക്കം ചെയ്ത അവരുടെ മമ്മികൾ എന്ന് പറയും. അപ്പൊ ചിലപ്പോഴൊക്കെ ഈ പിരമിഡ് തകരും. കാലപ്പഴക്കം കൊണ്ട് നുരുമ്പിച്ചും ജീർണിച്ചും പൊടിക്കാറ്റടിച്ചും ഒക്കെ അത് തകരും.
അപ്പൊ ചിലപ്പോഴൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് മമ്മികളൊക്കെ പുറത്തെടുക്കും. ഇപ്പൊ ലോകത്ത് ഇന്ന് നടക്കുന്ന വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായ, ചരിത്ര പഠനത്തിന്റെ ഭാഗമായ, ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള ഒരു ശ്രമം, ആർക്കിയോളജിസ്റ്റുകൾ ഈ പിരമിഡിന്റെ അകത്ത് നിന്നും മമ്മി പുറത്തെടുത്തിട്ട് അത് പരിശോധിക്കുന്ന കൂട്ടത്തിൽ കുറെ താളിയോലകൾ ഉണ്ടാകും. താളിയോലകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അതേപോലെ കടലാസിൽ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ അന്ന് ഈ താളിയോലയിലാണ് എഴുതുക. എല്ലിന്റെ പുറത്ത് എല്ലുമ്മലും കല്ലുമ്മലും താളിയോലയൊക്കെയാണ് എഴുതാറുള്ളത്. ഇപ്പൊ ഈ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന താളിയോലകളുടെ ഭാഷ ഇന്നത്തെ ഭാഷയായിരിക്കില്ല. 3000-4000 കൊല്ലം മുമ്പുള്ള ലിപികളാണ്. അപ്പൊ അതിനെ ഇന്നത്തെ ഭാഷയിലേക്ക് വായിക്കുക എന്നുള്ള ശ്രമകരമായൊരു ജോലി, വളരെ അധ്വാനം നിറഞ്ഞ ജോലിയാണ്. അത് ലോകത്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ ഈജിപ്തിലെ ഈ താളിയോലയിൽ ആലേഖനം ചെയ്യപ്പെട്ട ലിപികളുടെ ഭാഷ ഹീറോഗ്ലിഫിക് ലാംഗ്വേജ് കുടുംബത്തിൽ വരുന്ന ഭാഷ. ജസ്റ്റ് അത് ഗൂഗിൾ ചെയ്താലൊക്കെ മനസ്സിലാവും. കുറെ ചിഹ്നങ്ങളായിരിക്കും, ചതുരം, ത്രികോണം, വൃത്തം, അതിൻ്റെ ഉള്ളിൽ കുറെ കുത്ത്, കുറി, കോമ. അപ്പൊ അത് ഒരുപാട് ഇന്റർമീഡിയറ്റ് ലാംഗ്വേജുകളിലേക്ക് മാറ്റി ഇന്നത്തെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരണം. കൂട്ടത്തിൽ ഒരു താളിയോല വായിക്കപ്പെട്ടു. ആ താളിയോല 2017 വായിക്കപ്പെട്ടത്. 2017 ഇപ്പോൾ ആവറ്റ ആൾക്കാരുടെ പേരിനൊന്നും പ്രസക്തിയില്ല. അത് വായിച്ചു നോക്കുമ്പോൾ അതിലെന്താ ഉള്ളത്? ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന റംസീസ് രണ്ടാമനോട് കൊട്ടാരത്തിലെ കവികൾ മുഖസ്തുതിയായി പാടി. ഇത് പറയുമ്പോ ഒരു കാര്യം കൂടി പറയണം. ഇത്തരം താളിയോലയിൽ നിന്ന് വായിക്കാൻ പറ്റുന്ന ശ്ലോകങ്ങൾ എന്താണ് എന്ന് മുഴുവനും റെക്കോർഡായി ഇന്ന് വായിക്കാൻ കിട്ടും. പിരമിഡ് അട്രൻസ് എന്ന ജസ്റ്റ് ഒരുപാട് സൈറ്റുകളുണ്ട്. അട്രൻസ് എന്ന് പറഞ്ഞ ഉദ്ധരണികൾ, ശ്ലോകങ്ങൾ, മൊഴികൾ. ഈ പിരമിഡിൽ രേഖപ്പെടുത്തപ്പെട്ട മൊഴികൾ, ആ കൂട്ടത്തിൽ ഞാൻ ഈ പറയുന്നതും കാണാം. പിരമിഡ് അട്രൻസ് 1365 വേഴ്സ് നമ്പർ 553. എന്താ അറിയോ? ഈജിപ്തിലെ ഭരണാധികാരിയായ റംസീസ് രണ്ടാമനോട് കൊട്ടാരത്തിലെ കവികൾ മുഖസ്തുതി പറഞ്ഞു. അന്നൊക്കെ കൊട്ടാരത്തിൽ, ഇന്നും അറിയാലോ, കൊട്ടാരത്തിൽ രാജാവിന്റെ മുഖസ്തുതി പറഞ്ഞ് അവരെ സുഖിപ്പിച്ച് പൊന്നും പൊട്ടും പവിഴവും സ്ഥാനവും ഒക്കെ ആയി പോകുന്ന കൊട്ടാര വിദൂഷകന്മാർ, അതേപോലെ കവികളൊക്കെ ഉണ്ടാകും. ഈ കൊട്ടാര കവികൾ ഫിറഔനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. നിങ്ങളൊക്കെ മരണപ്പെട്ടാൽ ആകാശം കരയും. നിങ്ങളൊക്കെ മരണപ്പെട്ടാൽ ഭൂമിയും കരയും. പിരമിഡ് അട്രൻസ് 1365 വേഴ്സ് നമ്പർ 553 എന്താ? The sky will weep for thee, the earth will tremble for thee, the most awaited one. ഇതാണ് ആ ശ്ലോകം. ഇതിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. The sky will weep for thee, ആകാശം താങ്കൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കും. The earth will tremble for thee, ഭൂമി നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞു വിറക്കും. The most awaited one, മരണപ്പെട്ടാലും തിരിച്ചു വരുമെന്ന് മറ്റുള്ളവരാൽ പ്രതീക്ഷിക്കപ്പെടുന്നവരിൽ ഒന്നാമനെ. നമ്മൾ വലിയ വലിയ നേതാക്കന്മാരൊക്കെ മരണപ്പെട്ടാൽ പത്രക്കാരൊക്കെ ചിലപ്പോൾ സെൻസേഷണൽ സ്റ്റോറി എഴുതൂലേ? ശ്മശാനമുഖമായിരുന്നു, ഇരുണ്ട അന്തരീക്ഷമായിരുന്നു, ഇല പോലും അനങ്ങിയില്ല. മെറ്റഫറിക്കലി പറയാലോ, ആലങ്കാരികമായി. അതേപോലൊരു കാര്യമാണ് കവികൾ പറഞ്ഞത്. നിങ്ങൾ മരിച്ചാൽ ആകാശം കരയും. കാരണം നിങ്ങളുടെ നഷ്ടം ഈ ലോകത്തിന്റെ നഷ്ടമാണ്, പ്രകൃതിയുടെ, പ്രപഞ്ചത്തിന്റെ നഷ്ടമാണ്. അപ്പൊ ആകാശം തന്നെ കരയും. നിങ്ങൾ മരണപ്പെട്ടാൽ ഭൂമിയും കരയും. കാരണം നിങ്ങളെപ്പോലെ ഒരാൾ ഭൂമിയിൽ ഇല്ലല്ലോ. അത്രയും പ്രധാനിയല്ലേ, നേതാവല്ലേ. നിങ്ങൾ മരിച്ചാൽ ആൾക്കാർ കാത്തിരിക്കും, നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന്. ഇതാണ് മുഖസ്തുതിയായി പാടിയത്.
ഇങ്ങനെ ഫിർഔന്റെ മുഖത്ത് നോക്കി ഫിർഔന്റെ കൊട്ടാര കവികൾ പാടിയിരുന്നു എന്ന് 2017 മുമ്പ് ലോകർക്കറിയില്ലായിരുന്നു. നമ്മുടെ കാലത്താണ് ഇത് പുറത്തു വന്നത്. ഇത് BC-യിലാണ് എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹിസ്സലാം ജനിക്കുന്നതിന്റെ മുമ്പാണ് ഈ താളിയോലയിലൊക്കെ ഇത് എഴുതപ്പെട്ടത്. പക്ഷെ ഇതൊന്നും അറിയാതെ മദീനയിൽ വിശുദ്ധ ഖുർആനുമായി വന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഫിർഔനിന്റെ തകർച്ചയും മരണവും പരാമർശിക്കുന്ന ഭാഗമെത്തിയപ്പോൾ ഖുർആൻ പറയുകയാണ് ഫമാ ബഖസ് അലൈഹിമുസ് സമാ. ഫിർഔൻ മരിച്ചാൽ ആകാശം കരയുമെന്നാണ് 3000 കൊല്ലം മുമ്പ് കവികൾ പറഞ്ഞത്. പക്ഷേ ഫമാ ബഖസ് അലൈഹിമുസ് സമാ, ഫിർഔൻ നശിച്ചപ്പോ ആകാശം അറിഞ്ഞതേ ഭാവിച്ചില്ല, ഒരു തുള്ളി പോലും കരഞ്ഞില്ല. വൽ അർളു, ഫിർഔൻ മരിച്ചാൽ ഭൂമിയും കരയുമെന്നാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കവികൾ പറഞ്ഞത്. പക്ഷേ വൽ അർളു, ഭൂമിയും കരഞ്ഞില്ല, ഭൂമിയും വർച്ചില്ല. നേരെ ചൊവ്വയാണ്. The sky will be for thee, കവി. ഫമാ ബഖത് അലൈഹിമുസ് സമാ, അല്ലാഹ്. The earth will tremble for thee, കവി. വൽ അർളു, ഖുർആൻ. The most awaited one, കവി. ഫമാ കാനു മുൻദരീൻ, ആരും അവരെ കാത്തിരുന്നില്ല, വിശുദ്ധ ഖുർആൻ. ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല. അതിന് ആകെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്രം, ആ ചരിത്രത്തിന്റെ രേഖകൾ നാം അനുഭവത്തിൽ കാണുന്നതിനും എത്രയോ മുമ്പ് കൃത്യമായി ലോകത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെങ്ങനെ സാധിച്ചു? നമ്മൾ ഇസ്ലാമിന്റെ അകത്തൊന്നും വരാതെ ന്യൂട്രലായിട്ട് ആലോചിച്ചു നോക്കൂ, ന്യൂട്രലായിട്ട് ചിന്തിച്ചു നോക്കൂ. ഏതെങ്കിലും അർത്ഥത്തിൽ സന്ദേഹത്തിന്റെയും സംശയത്തിന്റെയും നേരിയ ഒരംശം ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? ഇത് കുറെ ഒരു വഴിപാട് പോലെ ഇങ്ങനെ കുറെ ആള് പറയുന്നു, ചെയ്യുന്നു, കൊണ്ട് നടക്കുന്നു, കുറെ അന്ധവിശ്വാസങ്ങളൊക്കെ അല്ലേ എന്നൊക്കെ ഏതെങ്കിലും ഒരു മനസ്സിൽ ഒരു നേരിയ സന്ദേഹത്തിന്റെ ഒരു ലാഞ്ചന പെട്ടുപോയ ആളുകൾ ഉണ്ടെങ്കിൽ വിനയാന്യതമായി അവരോട് അപേക്ഷിക്കട്ടെ, ന്യൂട്രലായിട്ട് ആലോചിച്ചു പോകും. ഇതിപ്പോ എങ്ങനെ നടക്കുന്നു, എങ്ങനെ സാധിക്കുന്നു? 3000 കൊല്ലം മുമ്പ് ലോകത്ത് നടന്നൊരു കാര്യം, 2017 ലോകം മനസ്സിലാക്കിയൊരു കാര്യം, ക്രിസ്തബ്ദം 600കളിൽ ലോകത്തോട് പറയാൻ സാദിഖുൽ വഅദുൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെ സാധിച്ചു? ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. സ്വമേധയാ ആലോചിച്ചാവിഷ്കരിച്ച് ഖുർആൻ പറയുകയായിരുന്നില്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലവും ശാസ്ത്രവും എത്ര മുന്നോട്ട് പോകുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ പൊരുളുകളുണ്ട്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ വിശ്വാസം റസൂലുള്ളാഹിനോട് മലക്കുകൾ വന്ന് സംസാരിച്ചു എന്നാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് സംസാരിച്ചു എന്നാണല്ലോ. ഇന്ന് ഭൂമിക്ക് വെളിയിലുള്ള ജീവജാലങ്ങളും അല്ലെങ്കിൽ ഭൂമിക്ക് വെളിയിലുള്ള ജീവികളും ജീവനുള്ള ബുദ്ധിയുള്ള സെൻസുള്ള സാന്നിധ്യങ്ങളുമൊക്കെ മനുഷ്യരോട് സംസാരിക്കും എന്നുള്ളത് ഇന്നത്തെ ലോകത്ത് പൊതുവായി അംഗീകരിക്കപ്പെട്ടൊരു കാര്യമല്ലേ. ചെറിയ കുട്ടികളൊക്കെ അവിടെ ആ ഭാഷയിൽ ഏലിയനുകൾ എന്ന് പറയും, ഇതര ഗ്രഹ അന്യഗ്രഹ ജീവികൾ. നാം നമ്മുടെ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ഇസ്ലാമാണ് കറക്റ്റ് എന്ന് നമുക്ക് ന്യൂട്രലായി ആലോചിക്കുമ്പോൾ ബോധ്യാവും. പക്ഷപാതിത്വമൊന്നും കൂടണ്ട.
നിങ്ങളൊന്ന് ഗൗരവത്തിൽ ആലോചിക്കണേ. ഞാൻ പറഞ്ഞു മഗ്‌രിബിന് നിങ്ങൾ സ്ലിപ്പ് തന്നാൽ ഞാൻ ആ ഭാഗത്തേക്ക് എൻ്റെ വിഷയം കൊണ്ടുപോകും. ഇപ്പൊ ലോകത്തെ നമ്പർ 1 മുതലാളിമാരിൽ ഒരാളാണ് ആര്? ഒരാൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ടെസ്ലയുടെ മുതലാളി ഇലോൺ മസ്ക്. ഒരു ഉദാഹരണം, അയാളെ പറ്റി ഒരു ആത്മകഥ എഴുതാൻ തുനിഞ്ഞു അമേരിക്കയിലുള്ള ചരിത്രകാരൻ. അപ്പൊ ആൾക്കാർ ചോദിച്ചു, ഇലോൺ മസ്ക് മരിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ ഇപ്പോഴേ എന്തിനാണ് അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുന്നത്? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, ഭൂമിയിലെ ഒരു സാധാരണക്കാരനായ മനുഷ്യനല്ല ഇദ്ദേഹം. ഈസ് എയ്തർ ആൻ ഏലിയൻ ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ. ഇതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഇലോൺ മസ്ക് ഒന്നുകിൽ അന്യഗ്രഹ ജീവിയാണ്, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് മിണ്ടുന്ന, സംസാരിക്കുന്ന അന്യഗ്രഹ ജീവിയുടെ ഒരു സുഹൃത്താണ്. കാരണം എന്താ? സാധാരണക്കാര് ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. സാധാരണക്കാര് പറയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ബഹിരാകാശത്തേക്ക് ടൂർ പോവുക, അന്യഗ്രഹം, അവിടെ പോയി റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുക, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റിയ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ തലയിൽ ഒരിക്കലും വരുന്നൊരാശയമല്ല. ഇദ്ദേഹത്തോട് ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾ പറഞ്ഞു കൊടുക്കുന്നതാവണം എന്ന ഒരു തത്വത്തെ 2025 ലോകം അംഗീകരിക്കുന്നു. അസാധാരണമായ കാര്യങ്ങൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരോട് ഭൂമിക്ക് വെളിയിലുള്ള ഏതെങ്കിലും ഇതര ഗ്രഹ ജീവികൾ സംസാരിക്കുന്നുണ്ട് എന്ന് ലോകത്തെ ഏറ്റവും സാങ്കേതികമായ പുരോഗതി പ്രാപിച്ച രാജ്യത്തിന്റെ ഒരു പൊതുബോധമാണ്. പറക്കും തളിക വരുന്നുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം, അമേരിക്കക്കാരുടെ വിശ്വാസം, ഭൂമിയിലുള്ളവരോട് സംസാരിക്കാൻ. ചിലപ്പോഴൊക്കെ വിമാനത്താവളങ്ങളിൽ സമയത്തിൽ റീഷെഡ്യൂളിംഗ് പോലും വരുത്താറുണ്ട് നമ്മളിത് സംസാരിക്കുന്ന കാലത്ത്. ഇതിനെന്നറിയോ? ഇത് ഏതെങ്കിലും ആഫ്രിക്ക രാജ്യത്തിലുള്ള അന്ധവിശ്വാസത്തിന്റെ കഥയല്ല ഞാൻ ഈ പറയുന്നത്, അമേരിക്കയിലെ കഥയാണ്. അന്യഗ്രഹ ജീവികൾ പറക്കും തളികയിൽ ഭൂമിയിലുള്ളവരോട് സംസാരിക്കാൻ വരുമെന്നുള്ള പ്രവചനങ്ങളെ മുൻനിർത്തിയിട്ട് നവാദോ ട്രയാങ്കിൾ, പ്രോഹിബിറ്റഡ് 51 ഏരിയ, ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം. ചുരുക്കത്തിൽ അസാധാരണമായ കാര്യങ്ങൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരോട് ആകാശത്ത് നിന്ന് ആരോ വന്ന് സംസാരിക്കുന്നുണ്ട് എന്ന് ഈ കേവലം നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമായി ഇലോൺ മസ്ക്. അദ്ദേഹത്തിന് ഭാവി അറിയില്ല, ഭൂതം അറിയില്ല, വർത്തമാനകാലം അറിയില്ല. നമ്മളെ പോലെ തന്നെ പരിമിതികളുണ്ട്. അദ്ദേഹം വിചാരിക്കാത്ത രീതിയിൽ പൈസ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം പലതും ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പോലും ഈ ധാരണ ലോകത്തിന് വെച്ച് പുലർത്താമെങ്കിൽ, ഏത് ധാരണ? ഭൂമിക്ക് വെളിയിൽ നിന്നാരോ വന്ന് ഇദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാമെങ്കിൽ, 2000 കൊല്ലം കഴിഞ്ഞാൽ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യം പ്രവചിച്ച് ശരിപ്പെടുത്തിയ, 3000 കൊല്ലം മുമ്പ് ഭൂമിയിൽ സംഭവിച്ച ചരിത്രം വിശദീകരിച്ച് ശരിയാണെന്ന് ബോധ്യമായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഭൂമിയുടെ വെളിയിലുള്ള, ഭൂമിയുടെ പുറത്തുള്ള ഏതെങ്കിലും ഒരു ജീവസാന്നിധ്യം സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ വരിക? യുക്തിയിൽ 1500 കൊല്ലം കഴിഞ്ഞാൽ എന്റെ ഈ ഓലമേഞ്ഞ പള്ളി കൊട്ടാരമാകുമെന്ന് പ്രവാചകൻ പറയണമെങ്കിൽ, ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കി ഈത്തപ്പന ഓല മേൽക്കൂരയാക്കിയ, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു കൂരയിൽ ഇരുന്നു കൊണ്ട് ലിമനിൽ കസ്റുൽ അബിയദു ഹാദാ, എന്റെ ഈ വെള്ളക്കൊട്ടാരം ആരതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന് ദജ്ജാൽ ചോദിക്കുമെന്ന് പ്രവാചകൻ പറയണമെങ്കിൽ
പ്രവാചകനോട് മലക്ക് മിണ്ടണം, എങ്കിലത് പറയാൻ കഴിയൂ. അറേബ്യ മുഴുവനും പച്ചപ്പും പൂന്തോട്ടവും നദികളുമാകുന്നത് വരെ ലാ തഖൂമു സ്സഅ ഹത്താ യഊദ അർദുൽ അറബി അൻഹാറൻ വമുറൂജ എന്ന് പറയണമെങ്കിൽ മലക്ക് സംസാരിച്ച മനുഷ്യനെ അത് പറയാൻ കഴിയും. അന്ത്യനാളാകുമ്പോ, അവസാന കാലം ആകുമ്പോ, സയഅതി സമാനുൻ അലന്നാസ് യതകാറബു ഫീഹി സമാൻ, സമയങ്ങൾ അവസാന കാലത്ത് അടുത്തടുത്ത് കൺജസ്റ്റഡ് ആവും. ഫതകൂനു സനതു കശ്ശഹർ, കൊല്ലം മാസം പോലെ തീർന്നു പോകും. വയകൂനു ശഹ്റു കൽ ജുമുഅ, മാസം ആഴ്ച പോലെ തീരും. ഫതകൂനുൽ ജുമുഅതു കൽ യൗം, ആഴ്ച ദിവസം പോലെ തീരും. വയകൂനുൽ യൗമു കസ്സഅ, ദിവസം മണിക്കൂർ പോലെ തീരും. ഫതകൂനു സഅതു കതർഫത്തിൽ ഐൻ, മണിക്കൂർ ഇമജിമ്മും വേഗതയിലും പോകുമെന്ന് പറയണമെങ്കിൽ മലക്ക് മിണ്ടിയ ഒരു മനുഷ്യനെ പറയാൻ കഴിയൂ. സാധാരണക്കാർക്കത് പറയാൻ കഴിയില്ല. കേവലം പറഞ്ഞങ്ങ് പോയി എന്നുള്ളതല്ല, നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പുണ്യ നബി പറഞ്ഞ ഒരു ഹദീസും പുലരാതെ ബാക്കിയില്ല, ഒന്നും പുലരാതെ ബാക്കി, നൂറുകണക്കിന് ഹദീസുകൾ. അപ്പൊ ഞാൻ ആമുഖമായി പറഞ്ഞത് അൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖ് ബിമാ ജാഅ ബിഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് എന്ന് നാം വിശ്വസിക്കുന്നതിന്റെ കാര്യം സ്വമേധയാ ഒന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹു മലക്കിനെ അയച്ചിട്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചിട്ട് പ്രവാചകന് പറഞ്ഞു കൊടുത്തതാണ്. അന്ത്യനാൾ വരെ ഒരു മനുഷ്യൻ, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, കുടുംബത്തിന്റെ അകത്താകട്ടെ, കുടുംബ ജീവിതമാകട്ടെ, സാമൂഹിക ജീവിതമാകട്ടെ, ലോകവീക്ഷണമാകട്ടെ, പ്രായോഗികമായ കാര്യമാകട്ടെ, ഇനി അതല്ല സൈദ്ധാന്തികമായ തലമാകട്ടെ, എന്താണെങ്കിലും ഈ പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാം സമഗ്രമാണ്. മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. പ്രായോഗികമായ നിങ്ങൾ കൂടി ഇടപെടുമ്പോഴേ എനിക്ക് ഈ വിഷയത്തിന്റെ ഒരു ഘടന എങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് മനസ്സിലാവുള്ളൂ. നിങ്ങൾ അങ്ങനെ ഇടപെടുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെതായൊരു വഴിക്ക് ഒരു 5 കുറച്ച് ഇന്നത്തെ സംശയങ്ങളും മറുപടി എന്നുള്ള രീതിയിൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ആക്കാം. ഒരിടവേളയിൽ നമുക്ക് മഗ്‌രിബിന് വേണ്ടി നിർത്താം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുല്ലാഹി വനസ്തഈനു വനസല്ലി അലാ ഹബീബിഹിൽ മുസ്തഫ വഅലിഹി വസ്ഹബിഹി ശറഫ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധാരാളം സഹോദര സഹോദരിമാർ ഇവിടെ ഉണ്ട്. ഇതൊരു കേവലം ഒരു പ്രസംഗം, ഒരു ചോദ്യോത്തരം അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി, അതിനപ്പുറം ഇതിന് ശക്തമായൊരു ആത്മീകമായൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ഈമാൻ നമുക്ക് വർദ്ധിക്കണം. ഇവിടെ വന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വരുമ്പോ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന തഖ്വയും ഈമാനും അള്ളാഹുവിനുള്ള പ്രതീക്ഷയും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ദീനിനോടുള്ള പ്രതിബദ്ധതയും അള്ളാഹ് എന്ന് പറയുമ്പോഴുണ്ടാവുന്ന ഒരു ആവേശവും ഇവിടുന്ന് പോകുമ്പോൾ അതിനേക്കാൾ ഉണ്ടാകണം. വരുമ്പോഴുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി ജയിച്ചു. അത് ഒരാൾക്കാണെങ്കിലും ജയിച്ചു. ഒരാൾക്ക്, ഇനി ഒരാൾക്ക് അങ്ങനെ ആകുന്നില്ല, ആരാൾക്കാണെങ്കിലും ജയിച്ചു. ഈ ശബ്ദം, ഈ ലൈറ്റ്, ഈ സ്റ്റേജ്, ഈ അധ്വാനം, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു, നിയാസ്ക പറഞ്ഞു, പലരും പറഞ്ഞു, മാസങ്ങളുടെ ആഴ്ചകളുടെ അധ്വാനമാണ്. ധാരാളം സംഘാടകർ, ചെയർമാൻ, കൺവീനർ, ഇതിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ, ഉസ്താദുമാർ, ഈ മാസത്തെ അധ്വാനം ജയിച്ചു. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫിഹാ എന്ന് സയ്യിദന മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി.
താങ്കൾ കാരണത്താൽ ഒരു മനുഷ്യന് സന്മാർഗം ലഭിക്കുക എന്നുള്ളത്, താങ്കൾ കാരണം ഒരു മനുഷ്യന് സന്മാർഗം ലഭിക്കുക എന്നുള്ളത് ഈ ഐഹിക ലോകത്തെക്കാളും അതിലുള്ള സർവ്വതിനേക്കാളും അലി താങ്കൾക്ക് ഉത്തമമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ച് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളും ഒരുപാട് മരണപ്പെട്ടവരുടെ മരണപ്പെടാത്തവരാണ്. ഉപ്പ മരിച്ച ആളുകൾ, ഉമ്മ മരിച്ച ആളുകൾ, ഉപ്പയും ഉമ്മയും മരണപ്പെട്ടവർ, പാപ്പ മരണപ്പെട്ടവർ, ഉമ്മാമ മരണപ്പെട്ടവർ, ഇവിടെ അങ്ങനെ തന്നെയല്ലേ പറയാം. ധാരാളം ആളുകൾ മരണപ്പെട്ടവർ, അവരുടെ മക്കളാണ് നമ്മൾ, പേരക്കുട്ടികളാണ് നമ്മൾ. അവർക്കൊക്കെ അള്ളാഹു മർഹമത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യട്ടെ. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ നിയ്യത്ത് വെക്കുക. ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് രണ്ടാമത് തുടങ്ങാം. ആരുടെയൊക്കെ ഹദ്റത്തിലേക്കാണോ നിയ്യത്ത് വെക്കുന്നത് അവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഞാൻ എൻ്റെ ഒരു 7, 8, 9 മാസം മുമ്പ് മരണപ്പെട്ട എൻ്റെ ഉപ്പയാണ് ഞാൻ നിയ്യത്ത് വെക്കുന്നത്. നിങ്ങളെ ഉപ്പാനെ നിയ്യത്ത് വെക്കണം. നിങ്ങളെ ഉപ്പമാരെയും നിങ്ങളെ ഉമ്മമാരെയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ ഞാനും മനസ്സിൽ കരുതിയിട്ട് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനിർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. നമുക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാനാവുക? അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഭൂമിയിലുണ്ട്. പക്ഷെ അള്ളാഹു ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞതിന് ശേഷമേ ഇല്ല എന്ന് പറയേണ്ടി വരികയുള്ളൂ, അല്ലേ? ഈ ഭൂമിയിൽ ആദ്യമുണ്ടായ വാദം അള്ളാഹു ഉണ്ട് എന്നുള്ളതാണ്. ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസവും വാദവും നിലനിൽക്കുമ്പോഴേ ഇല്ല എന്നതിനെ നിഷേധിക്കുന്ന ഒരു ബോധം പ്രസക്താവുന്നുള്ളൂ. അത് ഏത് കാര്യവും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലല്ലേ മറ്റൊരാൾക്ക് നിഷേധിക്കാൻ സ്കോപ്പുള്ളൂ. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധ്യനക്കർഹൻ സത്യാരാധ്യനായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹു ഹഖുൻ, അള്ളാഹു മൗജൂദുൻ, അള്ളാഹു ഉള്ളവനാണ്, അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന ഒരു മഹായാഥാർത്ഥ്യം, ഈ പ്രാപഞ്ചികമായ സത്യം, അതിനേക്കാൾ വലിയൊരു സത്യം പ്രപഞ്ചത്തിലില്ല. അള്ളാഹുവിനേക്കാൾ വലിയൊരു സത്യം പ്രപഞ്ചത്തിലില്ല. അള്ളാഹു ഉണ്ട് എന്നുള്ള വാദം ലോകത്ത് വന്നതിന് ശേഷമേ അള്ളാഹു ഇല്ല എന്നുള്ള വാദം വന്നിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ആദ്യത്തെ മനുഷ്യന്റെ അകത്ത് പോലും ഉണ്ടായിരുന്ന ബോധമാണ് ഇതിനൊരു പ്രപഞ്ചത്തിനൊരു പടച്ചവൻ ഉണ്ടാവണം എന്നുള്ളത്. പ്രപഞ്ചത്തിനൊരു പടച്ചവനില്ല, ലോക സ്വയം സ്വമേധയാ ഉണ്ടായതാണ്, അല്ലെങ്കിൽ എങ്ങനെയോ ഉണ്ടായതാണ്, അറിയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഓരോന്നിനും കൃത്യമായ വിശദീകരണം തരേണ്ടി വരും. നോക്കൂ, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയാമെന്ന് കരുതിയതാണ്. ഈ പ്രപഞ്ചത്തിന്റെ, ഈ പ്രകൃതിയുടെ താളം അത് വെറുതെ ഉണ്ടാകുമോ? നിലവിൽ നമ്മുടെ ഈ പരിസ്ഥിതി മാത്രം ആലോചിച്ചു. സൂര്യൻ നിലവിലുള്ളതിനേക്കാളും കൂടി കുറച്ച് പൊക്കം എന്ന് പറഞ്ഞാൽ അകലം കൂടുതലായിരുന്നുവെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ എന്ത് സംഭവിക്കും? ഭൂമി മുഴുവനും ഐസായി പോകുമായിരുന്നു. ഒന്നുകൂടി അകലത്തായിരുന്നുവെങ്കിലോ മുഴുവനും കരിഞ്ഞു പോകുമായിരുന്നു. നിലാവ്, ചന്ദ്രൻ നിലവിലുള്ളതിനേക്കാൾ ഒന്നുകൂടി അകലത്താണെങ്കിൽ ഭൂമിയിൽ മുഴുവനും വേലിയിറക്കായിരിക്കും. കടല് താഴ്ന്ന് പോയി ഭൗമോപരിതലത്തിൽ ഒരു തുള്ളി വെള്ളം കിട്ടില്ല. നിലവിലുള്ളതിനേക്കാൾ ചന്ദ്രൻ കുറച്ചുകൂടി അടുത്താണെങ്കിലോ ഭൂമിയിൽ മുഴുവനും വേലിയേറ്റായിരിക്കും. ഒരു കര കിട്ടില്ല, മുഴുവനും വെള്ളമായിരിക്കും, കടല് മാത്രമായിരിക്കും. ഭൂമിയുടെ ചരിവ്
23 സംതിങ് ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഭൂമി നിൽക്കുന്നത്. ഭൂമി നേരെ കുത്തനെ വടക്കോട്ടേക്ക് പൊങ്ങി നിൽക്കുകയല്ല, ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ആ ചെരിവ് കൊണ്ടാണ് ഭൂമിയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നത്. ഭൂമിയിലേക്ക് വരുന്ന കൊമേറ്റ്സ്, എന്താ പറയാ, ഉൽക്കകൾ, അതേപോലെ കൊള്ളിമീനുകൾ, സ്കൈലാബുകൾ, മുദന്നബാസ്, വാൽനക്ഷത്രങ്ങൾ, ഭൂമിയെ തന്നെ തകർക്കുവാൻ മാത്രം ശക്തിയുള്ള കനമുള്ള ആകാശ വസ്തുക്കളെ മുഴുവനും പിടിച്ചു നിർത്തുന്ന, അതിനെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിൽ മെർക്കുറി, വേറൊരു നക്ഷത്രം ഭൂമിക്ക് കവചമൊരുക്കുന്നു. ഇതൊക്കെ വെറുതെ സംഭവിക്കുമെന്നാണോ പറയുന്നത്? ഇതൊക്കെ വെറുതെ സംഭവിക്കും എന്ന് ലോകത്താരെങ്കിലും പറയൂ? രണ്ട് സാധ്യതയാണുള്ളത്. അതൊക്കെ വെറുതെ സംഭവിക്കുന്നു, ഇനി ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നു. വലിയ സൈദ്ധാന്തികമായ ചർച്ചയൊന്നും വേണ്ട. ഈ അടുക്കി വെച്ച കസേരകൾ സ്വമേധയാ ഇങ്ങനെ ഡിസൈൻ ചെയ്യപ്പെട്ടതാണോ, ഇനി അതല്ല സംഘാടകരെ നിരത്തിയിട്ടതാണോ എന്നൊരു ആലോചനയിൽ എന്തേ മനസ്സിൽ വരൂ? സംഘാടകരെ നിരത്തിയിട്ടതാണെന്നേ വരുള്ളൂ. ഒക്കെ സ്വമേധയാ യാദൃശ്ചികമായിട്ട് ആക്സിഡന്റലി സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഊഹം, അങ്ങനെ ഒരു ചർച്ചക്ക് പോലും പ്രസക്തിയില്ല. എന്തൊക്കെ സംഭവിക്കണം? ഒരു കാറ്റടിക്കണം, ഈ മൈതാനിയിലുള്ള കടലാസുകളും ഇലകളും ഒക്കെ ആകാശത്തേക്ക് പൊങ്ങണം, എന്നിട്ടത് കൂടിച്ചേരണം, സ്വമേധയാ അത് പ്ലാസ്റ്റിക് ആവണം, ഫൈബർ ആവണം, അത് ഒരു ഹെലികോപ്റ്ററായി മാറണം, വിമാനമായി മാറണം, സ്വമേധയാ അത് പറന്നുയരണം. അതൊക്കെ സംഭവിക്കണം. ജസ്റ്റ് എക്സാമ്പിൾ, എന്തൊക്കെ നമുക്ക് ഭൂമിയിൽ നാം കാണാത്ത, സംഭവിക്കാത്ത കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവിടെ നടക്കണം. എന്തുകൊണ്ട് നടക്കുന്നില്ല? അങ്ങനെ ആരും നടത്തുന്നില്ല. അപ്പൊ നിലാവ് ഭൂമിയിൽ നിന്ന് ഇത്ര കിലോമീറ്റർ മുകളിൽ തന്നെ ഉണ്ടാവണം. സൂര്യൻ ഇത്ര അകലത്തിലാണ് ഉണ്ടാവേണ്ടത്. ഇതിന്റെ ഈ ഒരു അതിമനോഹരമായി പാറ്റേണിക് ഘടന മനുഷ്യന്റെ ശരീരവും പ്രകൃതിയുടെ താളവും ആവശ്യമെന്ത് അതിനനുസരിച്ച് കൊണ്ടാണ് സപ്ലൈ വരുന്നത്. ഇതൊക്കെ വെറുതെ സംഭവിക്കുമോ? ഭൂമിയിൽ മാത്രമാണ് കണ്ടെത്തപ്പെട്ടതനുസരിച്ച് കൊണ്ട് ജീവനുള്ളത്, ജീവന്റെ സാന്നിധ്യമുള്ളത്. ജീവികളെ ഏറ്റവും ആവശ്യം ശ്വസനവായുവാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും ഉള്ളത് വായു തന്നെയാണ്. പിന്നെയാണ് ആവശ്യം വെള്ളം. ഭൂമിയിൽ വായു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വെള്ളമാണ്. വായുവും വെള്ളവും കഴിഞ്ഞാലാണ് മനുഷ്യന് അന്നം, ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യമായിട്ടുള്ളത്. വായുവും വെള്ളവും കഴിഞ്ഞിട്ടാണ് പിന്നെ കരയുള്ളത്. കരയിലാണ് പിന്നെ നാം കൃഷി ഇറക്കുന്നതും തിന്നുന്നതും വേട്ടയാടുന്നതും ജീവിക്കുന്നതുമൊക്കെ. ഇപ്പൊ ഡിമാൻഡിനനുസരിച്ച് കൊണ്ടുള്ള സപ്ലൈ എന്ന് പറയും. ഇതും വെറുതെ സംഭവിക്കും. ഒരു കാര്യം ഈ പ്രകൃതിയിൽ ഉണ്ടാവണമെങ്കിൽ സൂക്ഷ്മമായ കുറെ കാര്യങ്ങൾ നടക്കണം. ഇതാ മഴ ചാറുന്നു, എത്ര വലിയ പ്രോസസ്സുകൾക്ക് ശേഷമാണ് ഈ ജലതുള്ളികൾ താഴേക്ക് പതിക്കുന്നത്. കടല് പരക്കണം, വെയിൽ ഉദിക്കണം, കടല് തിളക്കണം, വെള്ളം ബാഷ്പീകരിക്കപ്പെട്ട് വാതകമായി മുകളിലേക്ക് പോകണം, അത് മുകളിൽ തമ്പടിച്ച് നിൽക്കണം, അതിനെ കാറ്റ് വന്ന് അളക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഇതിവിടെ മഴ പെയ്യും. ഇനി അത് ഓരോ നാട്ടിലും ഓരോ കാലാവസ്ഥയിലുമുള്ള വ്യത്യാസങ്ങൾ ഓരോന്നോരോന്ന് പറയുകയല്ല. മനുഷ്യന്റെ ശരീരം, അതിമനോഹരമായ ശരീരം, ഏറ്റവും അഴകാർന്ന ശരീരം. ഞാനിത് പറയുമ്പോ എന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നത്, എനിക്ക് പറയാൻ പറ്റുന്നത്, എന്റെ തൊള്ളയിൽ ഉമിനീര് പൊടിയുന്നത്, ഈ ഉമിനീര് മാത്രം ആലോചിച്ച് നോക്കൂ. എന്റെ വായയിൽ ഈ ഉമിനീര് പൊടിയുന്നില്ലായിരുന്നുവെങ്കിൽ ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് ഈ ഷുഗറൊക്കെ ഡൗൺ ആയാൽ ഉള്ളൊരവസ്ഥയുണ്ടല്ലോ. അടികൊണ്ട് ചത്ത പാമ്പിനെ പോലുണ്ടാകും വായയിലെ നാവ്, വരണ്ടുപോകും. ഇടത്തോട്ടേക്കും വലത്തോട്ടേക്കും ചായാതെ ചെരിയാതെ
നമ്മുടെ വായയിൽ ഇപ്പൊ ഞാനിട്ട് അലക്കുന്ന സംസാരിക്കാൻ വേണ്ടി നിഷ്പ്രയാസം ഞാൻ ചലിപ്പിക്കുന്ന എന്റെ നാവ് ഒരു കിൻഡൽ കനം, അതിലേറെ ഭാരം എനിക്ക് തോന്നും. എനിക്ക് പൊങ്ങില്ല, എന്റെ നാവ് എനിക്ക് പൊങ്ങില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, നാവ് ഉണങ്ങിപ്പോയി. ഞാൻ അറിയാതെ ഉമനീര് പൊടിയുകയാണ്, ഒരു ചെലവും കൊടുക്കാതെ. ഈ ഗ്രൈൻഡറൊക്കെ വരുന്നതിന് മുമ്പ് ഈ നാടൻ അമ്മിയില്ലേ, നാടൻ അമ്മിയിൽ അമ്മിയും അമ്മിക്കുട്ടിയും നമ്മുടെ പഴയ തലമുറ ഉമ്മാമ്മമാരൊക്കെ അരക്കുമ്പോ ആ മാവിലേക്ക് ഇങ്ങനെ കിണ്ണത്തിൽ നിന്ന് ഈ അമ്മിയുടെ അരികെ, സാധാരണക്കാർക്ക് മനസ്സിലാവാൻ ഉദാഹരണം പറയുകയാണ്, കൈ കിണ്ണത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ കുടയല്ലോ, വെള്ളം കുടയല്ലോ, ഇതിനാണത്, ഇത് അരയാൻ. ഇത് പൊടിഞ്ഞു പോവരുത്, ദോശക്കുള്ള മാവായിട്ട് കിട്ടണം. അതിനു വേണ്ടിയാണ് ഗ്രൈൻഡറിൽ നാം ഓൾറെഡി വെള്ളം ഒഴിക്കുകയാണ്. നാം ഇത് ചവച്ചരക്കുന്ന സാധനം ഡയജഷന് പാകപ്പെട്ട രീതിയിലാവാൻ എന്തൊക്കെ, കേവലം ഉമനീര് മാത്രമല്ല, താഴോട്ട് പോകുമ്പോൾ അത് ദഹിപ്പിക്കാൻ ആവശ്യമായി എന്തൊക്കെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി ഉമനീര് പൊടിയുന്ന നാവിൽ നിന്ന് ഒരു വിരല് കൊണ്ട് സൂക്ഷ്മമായി നഖം കൊണ്ട് നമ്മൾ നാവുമ്മലൊന്നും അരുതിയാൽ, യാ അല്ലാഹ്, ഒന്നിങ്ങ് മാന്തിയാൽ പിന്നെ ഉമനീരല്ല വരുന്നത്, ചോരയാണ്. ഒരു തൊലിയുടെ വ്യത്യാസമില്ല, ഒരു സൂക്ഷ്മ സ്ഥരം, ഒരു ചർമ്മം പോലുമില്ല, കാണത്തക്ക നിലയിൽ ഒരു ചർമ്മം പോലുമില്ല. നാം ഉമനീര് പൊടിയുന്ന കേന്ദ്രത്തിൽ നഖം കൊണ്ടൊന്ന് കോറിയാൽ ശക്തമായിട്ടൊന്നും മാന്തണ്ട, പിന്നെ വരുന്നത് ചോരയാണ്. ഈ രക്തത്തിനും ഉമനീരിനും ഇടയിലുള്ള വ്യത്യാസം എത്ര കലാത്മകമാണ്, എത്ര കരവിരുതാണ്, സൃഷ്ടി വൈഭവമാണ്. ശ്വാസോച്ഛ്വാസം. ഉറങ്ങുമ്പോ ഏതെങ്കിലും ഹാർട്ട് പണിമുടക്കിയാൽ ആരെങ്കിലും ഉണരുമോ? നമ്മൾ അറിയാതെ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട സംഗതിയും അള്ളാഹു ശരീരത്തിൽ വെച്ചു, അറിയാതെ ചെയ്യേണ്ടതും വെച്ചു. പക്ഷെ അതിന്റെ ഒരു വൃത്തി, അറിയാണ്ട് ചെയ്യേണ്ടതൊക്കെ അള്ളാഹു പ്രകൃത്യാ ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഉറങ്ങുമ്പോ മരിക്കും, ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്. പക്ഷേ സ്വാഭാവികമായി എഴുന്നേറ്റ് വരുന്ന ആളാണെങ്കിൽ ഉറങ്ങുമ്പോ ആരാ ശ്വാസം കഴിപ്പിച്ചത്? നമ്മളാണോ? ആര് കഴിപ്പിച്ചു? അത് മാത്രം ആലോചിക്കുക. ഉറങ്ങുമ്പോ ആര് ശ്വാസം കഴിപ്പിച്ചു? ആർക്കാണ് ബോധമുള്ളത്? അതിനേക്കാളും മനോഹരമായൊരു കർമ്മം നടക്കുന്നുണ്ട്. ഉറങ്ങുമ്പോ കണ്ണടഞ്ഞു പോകുന്നു. ഉറങ്ങുമ്പോൾ കണ്ണടഞ്ഞു പോകുന്നു. കണ്ണ് തുറന്നുകൊണ്ടാണ് ഉറങ്ങുന്നതെങ്കിൽ വളരെ ചർമ്മം, വളരെ സൂക്ഷ്മമായ, സെൻസേഷണലായ കണ്ണിന്റെ അകത്തേക്ക് എന്തൊക്കെ പോകും? ബ്ലാങ്കറ്റിൽ നിന്ന്, വിരിപ്പിൽ നിന്ന്, പുതപ്പിൽ നിന്ന്, മച്ചിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന് എന്തൊക്കെ കണ്ണിലേക്ക് പൊടി തവിടുകളായി വീഴും. ശരീരത്തിൽ മറ്റൊരു അന്യവസ്തുവിനെ കണ്ണിനെ പോലെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വേറെ അവയവയില്ല. അപ്പോ ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണ്ണ് കൂമ്പിപ്പോവുകയാണ്. ഉണരുന്നത് വരെ ഈ കണ്ണിന് പ്രൊട്ടക്ഷൻ അള്ളാഹു ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു. അള്ളാഹിനെ മനസ്സിലാക്കാൻ അവനവനെ മനസ്സിലാക്കിയാൽ മതി. അത് ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഒരു വ്യക്തിത്വത്തെ, മനസ്സിനെ, ആത്മാവിനെ, വിചാരത്തെ, ബോധത്തെ, സെൻസിനെ, തലച്ചോറിനെ, എന്തൊക്കെയുണ്ട് അതിനെ മുഴുവനും ഒരാൾ മനസ്സിലാക്കിയാൽ അയാൾ അള്ളാഹുവിനെ മനസ്സിലാക്കി. ഇപ്പൊ ഈ അള്ളാഹുവിനെ നിഷേധിക്കുക എന്നൊക്കെ പറയുന്നതിനെ ഒരു ഫാഷനാക്കി കൊണ്ട് നടക്കുന്ന ഇത്തരം ചെറുപ്പക്കാരൊന്നും നമ്മുടെ നാട്ടിലില്ല. പക്ഷെ അവരെയൊക്കെ ഒരുപക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടാകും. മനസ്സിലാക്കുക, അതിനേക്കാളും വലിയൊരു വിഡ്ഢിത്തം ലോകത്തില്ല. നമ്മൾ അവരോട് സംസാരിക്കുന്നവരാണ്. അവർക്കിതിനൊന്നും കൃത്യമായൊരു വിശദീകരണമൊന്നുമില്ല. പിന്നെ അവര് ഒരു പറഞ്ഞത് പാട്ടാക്കി പുതിയതൊന്നും പഠിക്കില്ല, പഴയതൊന്നും മറക്കില്ല എന്ന് പറയുന്ന ഒരു പോളിസിയാണല്ലോ. അതിങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
ഭൂമിയിൽ നാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 800ഓളം കോടി മനുഷ്യരിൽ ആരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിക്കുന്നുണ്ടോ അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോ ഒരു സംശയം ഉണ്ടാകാം. എനിക്കൊക്കെ അത് ആദ്യം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. എന്താ, ഇത്രയും വലിയ പ്രപഞ്ചത്തിന്റെ വലിപ്പമൊന്നും നമ്മുടെ തലച്ചോറിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. നമ്മളിത് എന്ന വാക്കിൽ എന്ന വാക്ക് ഞാൻ പറയുന്നതിന്റെയും ദ് എന്ന അക്ഷരം ഞാൻ മൊഴിയുന്നതിന്റെയും ഇടയിലുള്ള ഒരു സെക്കൻഡ് കൊണ്ട് ഈ പ്രപഞ്ചം ലക്ഷക്കണക്കിന് കിലോമീറ്റർ പിന്നെയും വലുതായി. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ ഒരു എക്സ്പാൻഷൻ. ഇതിന്റെ ഔട്ടർ സ്പേസിൽ വലുതായിക്കൊണ്ടേയിരിക്കുന്നു. കണക്കിൽ രേഖപ്പെടുത്താൻ പറ്റാതെ അത്രയും വലുതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിലെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് മിൽക്കി വേ ഗാലക്സി. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് സൗരയുധം. അതിൽപ്പെട്ട ഒരു ചെറിയ തിനാപ്പടി ഗ്രഹമാണ് ഭൂമി. ഈ ഭൂമിയിൽ തന്നെ 1/3 മാത്രമാണ് കര. അതിലുള്ള കോടിക്കണക്കിന് ജീവവർഗങ്ങളിൽപ്പെട്ട ഒരു വർഗമാണ് മനുഷ്യൻ. ഈ മനുഷ്യന് മാത്രമാണോ ഈ ഇസ്ലാം ഉള്ളത്? നിരീശ്വരവാദികൾ, സ്വതന്ത്ര ചിന്തകർ, യുക്തിവാദികൾ, നമുക്കിടയിൽ സ്വതന്ത്ര ചിന്താ പ്രവണതയുള്ളവർ എല്ലാവരും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം, ഇത് പൊതുവെ അധികം ചർച്ചയിൽ വരാത്തതാണ്. പക്ഷേ ഖുർആൻ ശക്തമായി പ്രമേയവൽക്കരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഞാൻ ഈ പറയുന്നത്. മനുഷ്യന് മാത്രമുള്ള ഒരു മതമല്ല ഇസ്ലാം. അങ്ങനെ ആരും വിശ്വസിക്കരുത്. അങ്ങനെയല്ല, അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടേ ഇല്ല. മനുഷ്യന്റെ മതമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്ന വിശാലമായ സമൂഹത്തിലെ ഒരംഗം മാത്രമാണ് മനുഷ്യൻ. നിങ്ങൾക്ക് അതിശയോക്തി തോന്നും, ഈ മൈക്കിന്റെ മതം ഇസ്ലാമാണ്, ഈ തെങ്ങിന്റെ, ഈ കവുങ്ങിന്റെ, ഈ പ്ലാവിന്റെ, ഈ മാവിന്റെ, ഈ ലതയുടെ, കതിരിന്റെ, തരുവിന്റെ, താരത്തിന്റെ, പൂവിന്റെ എല്ലാത്തിന്റെയും മതം ഇസ്ലാമാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തത് എന്തൊക്കെയുണ്ടോ, ഗൗരവത്തിൽ ആലോചിക്കണം, അള്ളാഹു അല്ലാത്ത എന്തൊക്കെയുണ്ടോ അതിന്റെ പേരാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിന്റെ താളത്തിന്റെ പേരാണ് ഇസ്ലാം. മരങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു, നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നു, പറവകൾ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഖുർആൻ പറയുന്നതല്ലേ? നമ്മൾ എന്തിനാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയെടുത്താണ് പ്രശ്നം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ഖുർആനിൽ എത്രയോ സമാനമായ വചനങ്ങളുണ്ട്. ആകാശഭൂമികളിലുള്ള, വാനഭുവനങ്ങളിലുള്ള, സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള, വലുതും ചെറുതുമായ എല്ലാ വസ്തുക്കളും, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകലതും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മരപ്പന്ത ചെയ്യുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ, ഈ തെങ്ങ്, എന്റെ മുമ്പിലുള്ള ഈ തെങ്ങിന്റെ ജോലി ഇപ്പൊ എന്താണ്? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. അത് തസ്ബീഹിലാണ്. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹഹു. എല്ലാം അതിന് മുമ്പ് പറഞ്ഞ വാക്ക് വത്തൈറു സ്വാഫാത്തി, പക്ഷങ്ങൾ ഉയർത്തി പ്രകൃതിയിലൂടെ പാറുന്ന പറവകൾ. ഖുല്ലുൻ, പറവകളും പറവകളല്ലാത്തതുമായ സർവ്വതും, ചരാചര പ്രപഞ്ചത്തിലെ സകലതും, ഖദ് അലിമ സ്വലാത്തഹു, അതിന് അതിൻ്റെതായ ഒരു നമസ്കാരമുണ്ട്. വതസ്ബീഹഹു, അതിൻ്റെതായ ഒരു ദൈവിക സങ്കീർത്തനമുണ്ട്. ഇപ്പൊ മനുഷ്യന്റെ മതമാണ് ഇസ്ലാം എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ് കുറെ സംശയങ്ങൾ ഉണ്ടാവുന്നത്. മനുഷ്യൻ തലമറക്കുന്നുണ്ടോ, തലമറക്കുന്നില്ലേ?
വലത് കാലാണോ മുന്തിക്കുന്നത്, ഇടത് കാലാണോ മുന്തിക്കുന്നത്, ഇതൊക്കെ നോക്കലാണോ ഈ അള്ളാഹുവിന്റെ ജോലി? ചിലപ്പോഴൊക്കെ ചിലയിടങ്ങളിൽ നിന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പൊ അവര് വിചാരിച്ചേക്കുന്നത് മനുഷ്യന്മാരുടെ മാത്രം കസ്റ്റോഡിയനാണ് അള്ളാഹു എന്നുള്ളതാണ്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. പ്രപഞ്ചത്തിന്റെ കസ്റ്റോഡിയനാണ്. ഇപ്പോഴും നാം മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരു ദിവസം 17 തവണ പാരായണം ചെയ്യൽ നിർബന്ധമായ, അല്ലേ? 17 റക്അത്ത് വാജിബാണ്. മസ്ബൂക്ക് അല്ലാത്തയാൾ 17 തവണ പാരായണം ചെയ്യൽ നിർബന്ധമായ സൂറത്താണ് ഉമ്മുൽ കിതാബായ വിശുദ്ധ ഖുർആന്റെ മാതാവായ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ പറയുകയാണ് അൽഹംദുലില്ലാഹി, സർവസ്തുതിയും അല്ലാഹുവിനാണ്. എങ്ങനെയുള്ള ആരായ അല്ലാഹു? റബ്ബിൽ ആലമീൻ, സർവപ്രപഞ്ചങ്ങളുടെയും രക്ഷിതാവായ. ഏതാണ് ഈ സർവപ്രപഞ്ചങ്ങൾ? മൾട്ടിവേഴ്സ് ആകാം. നമ്മൾ പറയും തൊഴിലാളികളുടെ പ്രപഞ്ചം, മുതലാളിമാരുടെ പ്രപഞ്ചം, കുട്ടികളുടെ പ്രപഞ്ചം, കലാകാരന്മാരുടെ പ്രപഞ്ചം, സാഹിത്യകാരന്മാരുടെ പ്രപഞ്ചം, പണ്ഡിതന്മാരുടെ പ്രപഞ്ചം, രാഷ്ട്രീയക്കാരുടെ പ്രപഞ്ചം. മനുഷ്യർക്കിടയിൽ കുറെ പ്രപഞ്ചങ്ങളുണ്ട്, ജീവികൾക്കിടയിൽ പ്രപഞ്ചമുണ്ട്. മനുഷ്യന്റെ പ്രപഞ്ചം, ഉറുമ്പിന്റെ ലോകം പറയാറില്ലേ, പക്ഷികളുടെ ലോകം, മൃഗങ്ങളുടെ ലോകം, സിംഹത്തിന്റെ ലോകം, ആനയുടെ ലോകം, കടുവയുടെ ലോകം, പറവയുടെ ലോകം. പിന്നെയോ നക്ഷത്രങ്ങളുടെ ലോകം, ഗ്രഹങ്ങളുടെ ലോകം, ഉപഗ്രഹങ്ങളുടെ ലോകം, താരാപഥങ്ങളുടെ ലോകം, ആകാശലോകം, വാനലോകം, പ്രാപഞ്ചിക ലോകം. ഇതൊക്കെ പെട്ടു ആലമീൻ. അതിന്റെയൊക്കെ റബ്ബാണ് അല്ലാഹു. അല്ലാതെ എന്റെയും നിന്റെയും നമ്മുടെയും നിങ്ങളുടെയും നാഥന്റെ പേര് മാത്രമല്ല അല്ലാഹു. പൂച്ചയുടെ ഇലാഹിന്റെ പേരാണ് അല്ലാഹു, പുലിയുടെ ഇലാഹിന്റെ പേരാണ് അല്ലാഹു, തുടങ്ങി നീലത്തിമിംഗലത്തിന്റെ നാഥന്റെ പേരാണ് അല്ലാഹു, പോയി സൗരയുധത്തിന്റെ ഉടമസ്ഥന്റെ പേരാണ് അല്ലാഹു, കയറി ഗാലക്സിയുടെ ഉടമസ്ഥന്റെ പേരാണ് അല്ലാഹു, അതിലും മീതെ പ്രപഞ്ചത്തിന്റെ നാഥന്റെ പേരാണ് അല്ലാഹു. ആ അല്ലാഹുവിന്റെ ജോലി എന്താണ്? മനുഷ്യനെ നോക്കൽ മാത്രമല്ല. ഞാൻ ഇത് പറഞ്ഞതിനെ അറിയോ? ഇസ്ലാം ഒരു വലിയ കൺസെപ്റ്റാണ്, ഒരു ചെറിയ സാധനമല്ല. പ്രാപഞ്ചിക വീക്ഷണം എന്ന് പറയും. ഇതിനോടൊരു ബഹുമാനം. അതുകൊണ്ടാണ് ഈ 21-ാം നൂറ്റാണ്ടിലും ഇത് സജീവമായി നിൽക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ട് കുറെ ആള് പറഞ്ഞു ഈ നൂറ്റാണ്ടിൽ ഇത് ഉണ്ടാകൂല, ഈ നൂറ്റാണ്ടിൽ ഇത് ഉണ്ടാകൂല എന്ന് പറഞ്ഞ ആൾക്കാരും അവരെന്ന് ജീവിച്ച പ്രത്യയശാസ്ത്രവും ഈ നൂറ്റാണ്ടിലില്ല. ഇസ്ലാം ഇവിടെ വാക്കിയാണ്. ശരിക്കും നിങ്ങൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കൂ. നമുക്ക് ആലോചിക്കേണ്ടതല്ലേ? ഇതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്? രണ്ട് തത്വം നമുക്ക് ഒരിക്കലും നമ്മൾ മറക്കരുത്. ഒന്ന്, ഞാനിപ്പോ പറഞ്ഞു, ഞാൻ ഷോർട്ടാക്കുന്നു. ഒന്ന്, ഇസ്ലാം മനുഷ്യന്റെ മതമല്ല. മനുഷ്യന്റെ മതമല്ല മീൻസ് മനുഷ്യന്റെ മാത്രം മതമല്ല, പ്രപഞ്ചത്തിന്റെ മതമാണ്. രണ്ടാമത്തേത്, ഇസ്ലാം ആരംഭിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതലല്ല. ഇത് പൊതുസമൂഹം വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. ഇസ്ലാമിന്റെ സ്ഥാപകനാണ് മുഹമ്മദ് നബി എന്ന് ഇപ്പോഴും ഇല്ലേ സ്കൂൾ പാഠപുസ്തകത്തിൽ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ സ്ഥാപകനല്ലല്ലോ. ഒന്നാമത്തെ മനുഷ്യനാണ്, മനുഷ്യരിലെ ഒന്നാമത്തെ മുസ്ലിം. ആന്ത്രോപോളജിക്കലി ഒന്നാമത്തെ ഹോമോസാപ്പിയനാണ് ഒന്നാമത്തെ മുസ്ലിം. ആ മനുഷ്യനെ നമ്മൾ സെമിറ്റിക്കലി പേരിട്ടു ആദം അലൈഹിസ്സലാം. മിൻ ആദമ ബദഅ അൽ ഇസ്ലാം. ആദം മുതലാണ് മനുഷ്യനുള്ള ഇസ്ലാം ആരംഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതലല്ല. ആ പ്രവാചക പരമ്പരയുടെ സമ്പൂർത്തീകരണമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രപഞ്ചത്തിന്റെ മതം ഒന്നാമത്തെ മനുഷ്യൻ മുതലുള്ള വിശ്വാസം. പക്ഷെ ഇന്നും ആളുകൾക്ക്, കുറെ ആളുകൾക്ക് ഇത് ഇഷ്ടമില്ല. അതൊരു സത്യമാണ്. പക്ഷെ ഈ ഇഷ്ടക്കേട് ആർക്കിടയിൽ മാത്രമാണ്? കുഫർ എന്ന് പറയുന്ന, നൺ ഇസ്ലാം എന്ന് പറയുന്ന ടെൻഡൻസി മനുഷ്യർക്കിടയിലും, സമയമുണ്ട് നമുക്ക് വിശദീകരിക്കാം, ഭൂതങ്ങൾക്കിടയിലും മാത്രമാണ് കുഫർ എന്ന് പറയുന്ന സാധനമുള്ളത്.
മനുഷ്യർക്കിടയിലും ഭൂതങ്ങൾക്കിടയിലും മാത്രമാണ്. ബാക്കി ഒന്നിന്റെ ഇടയിലും കുഫറില്ല, ഒക്കെ മുസ്ലിങ്ങളാണ്. ഇത് ഖുർആനാണ് ഞാൻ ഈ പറയുന്നത്, അല്ലേ? എന്തിനും രണ്ട് കാരണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. പാറകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. പാറകൾക്കിടയിൽ നിന്ന് അരുവി പൊടിയുന്ന പാറയുണ്ട്, പൊട്ടിപ്പിളരുന്ന പാറയുണ്ട്, മുകളിൽ നിന്ന് താഴോട്ട് ഉരുണ്ടു വരുന്ന പാറയുമുണ്ട്. എന്താ കാരണം പറഞ്ഞെന്നറിയോ? സ്കൂളിൽ ഭൗതികമായി അതിനൊരു ന്യായം ഉണ്ടാകും, കാരണം ഉണ്ടാകും. Where there is an action, there will be equal and just opposite reaction. ചലന നിയമം, ജഡത്വ നിയമം. ഈ പീഠ അളകുന്നത് ഞാൻ അളക്കിയത് കൊണ്ടാണ്, തെങ്ങോല അളകുന്നത് കാറ്റ് വന്ന് ഇക്കിളിപ്പെടുത്തിയത് കൊണ്ടാണ്, ഇതാണ് പറയുന്നത്. പക്ഷെ അതിന് മതത്തിന്റെ കണ്ണിൽ അതിന് ഇല്ലത്ത് മാധ്യ എന്ന് പറയും. അത് മെറ്റീരിയൽ റീസൺ. പക്ഷെ അതിനൊരു ഇല്ലത്ത് റൂഹിയ ഉണ്ടാകും, ഒരു സ്പിരിച്വൽ റീസൺ. എന്താ അറിയോ? അത് തഹ്ലീലിൽ താളം പിടിക്കുന്നതാണ്. വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ചരാവും പള്ളിയിൽ നാം അല്ലെങ്കിൽ നാം വ്യക്തി ജീവിതത്തിൽ തഹ്ലീൽ ചെല്ലുമ്പോ ഈ സിമെന്റിന്റെ സ്തൂപം പോലെയല്ലല്ലോ നമ്മൾ ചെല്ലാറുള്ളത്. കുറച്ചൊക്കെ ചെല്ലിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ഇല്ലല്ലാഹ്, ലയം താളം രാഗത്തിൽ വരും, ആടും ഇളകും എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ താളവും ലയവും രാഗവുമാണ്. തസ്ബീഹിലുള്ള താളവും ലയവും രാഗവുമാണ് പ്രകൃതി പ്രതിഭാസങ്ങൾ എന്ന് ഹുജ്ജത്തുൽ ബാലിഗയിൽ ഷാ വലിയുല്ലാഹി ദഹ്ലവി പറയുന്നത്. വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിക്കുന്നത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈ പാറയിൽ നിന്ന് അരുവി പൊടിയുന്നത് ലമാ യതഫജ്ജറു വമാ യശക്കകു, പൊട്ടിപ്പിളരുന്നത്, വമാ യഹ്ബിതു, വേറെ പാറകൾ മുകളിലും താഴോട്ട് ഉരുണ്ടി വീഴുന്നു. കാരണം പറയുന്നു, മിൻ ഖശ്യത്തില്ലാഹി, ആ പാറകൾ അല്ലാഹുവിനെ ഭയന്നതിനാൽ. ഇത് വിശ്വസിക്കുന്നവന്റെ പേരാണ് മുസ്ലിം. ഇത് ഖുർആനാണ്. പാറയിൽ നിന്ന് അരുവി പൊടിഞ്ഞത്, പാറ പിളർന്നത്, പാറ ഉരുണ്ട് വീഴുന്നത്. ചില ആളുകൾക്ക് ഒരു ആർഗ്യുമെന്റ് ഉണ്ടാകും, ഈ ഉസ്താക്കന്മാരും പുരോഹിതന്മാരും പറയുന്നത് നമ്മൾ തള്ളും. ഫിഖ് ഒന്ന് പോടപ്പാ, അതൊന്നും ഇന്നത്തെ കാലത്ത് വേണ്ട. പറഞ്ഞ് ഹദീസും അത് റസൂല് പറഞ്ഞതല്ലേ. ലാസ്റ്റ് ബാക്കിയാവുന്ന ഒരു സാധനമുണ്ട്, ഖുർആൻ. ഖുർആനിലുണ്ടോ? ഓക്കെ, എങ്കിൽ ഇത് ഖുർആനിലുള്ളതാണ്. പാറ പൊട്ടുന്നത്, പാറ പിളരുന്നത്, പാറയിൽ നിന്ന് ഉറവ പൊടിയുന്നത്, പാറ ഉരുളുന്നത്, കാറ്റടിക്കുന്നത്, തെങ്ങ് ഇളകുന്നത്, മിൻ ഖശ്യത്തില്ലാഹ്, അത് ദൈവപ്രോക്തങ്ങളായിട്ടുള്ള ദൈവിക സങ്കീർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അള്ളാഹുവിനെ വിധേയപ്പെടുന്നതിന്റെ ഭക്തിയുടെ വഴിയാലുള്ള അതിന്റെ പ്രതീകാത്മകമായിട്ടുള്ള അനുരണനങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ സമയമെടുത്ത് പറഞ്ഞെന്താ വെച്ചാൽ എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാവാനാണ്. ഇസ്ലാം പ്രപഞ്ചത്തിന്റെ താളമാണ്. ഒന്നാമത്തെ മനുഷ്യന്റെ മുതലുള്ള മനുഷ്യർക്കിടയിലുള്ള വിശ്വാസവും പ്രപഞ്ച വീക്ഷണവുമാണ്. 2, ഇതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ അത് എന്റെ യുക്തിയല്ല, നിങ്ങളുടെ യുക്തിയല്ല, മാലോകര യുക്തിയല്ല. അത് അത്തസ്ദീഖ് ബിമാ ജാഅ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്‌രിബിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ വർത്തമാനമാണ് ഇസ്ലാമിന്റെ പ്രമാണം.